പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ FC ഗോവയ്ക്കെതിരെയുള്ള മത്സരത്തിൽ നിരാശ നൽകുന്ന പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുകയായിരുന്നു. മത്സരത്തിൽ ടീമിന് വേണ്ടി നല്ലപോലെ എഫേർട്ട് ഇട്ട് കളിച്ചത് അഡ്രിയൻ ലൂണ മാത്രമാണ്. കളം നിറഞ്ഞു തന്നെ ഇന്നലത്തെ മത്സരത്തിൽ അഡ്രിയൻ ലൂണ കളിച്ചിരുന്നു. മത്സരത്തിന്റെ അവസാന നിമിഷത്തിൽ സന്ദീപിന് കിട്ടിയ ഒരു സുവർണ അവസരം താരം അതെങ്ങനെ നഷ്ടപ്പെടുത്തി എന്നാണ് ആരാധകർ ആലോചിക്കുന്നത്. ഇഷ്ടംപോലെ ഓപ്ഷൻസ് അവിടെ സന്ദീപിനുണ്ടായിരുന്നു. സൈഡിൽ നോവയ്ക്ക് പാസ് കൊടുത്തിരുന്നെങ്കിൽ അത് ഷുവർ ഗോളാണ്. എന്നാൽ സന്ദീപിന്റെ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റിൽ പോലും ആകാതെ പുറത്തേക്ക് പോവുകയായിരുന്നു. ആ ഒരു മത്സരം കൂടി പരാജയപ്പെട്ടതോടെ കളിച്ച 10 മാച്ചുകളിൽ നിന്ന് 5 മത്സരങ്ങളിലും പരാജയപ്പെട്ടിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ്. നിലവിൽ ഈ ഒരു സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥ മോശം തന്നെയാണ്. ചെന്നൈയിൻ എഫ്സിക്കെതിരെയുള്ള മത്സരത്തിൽ വിജയിച്ചതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരുമെന്ന ചെറിയൊരു പ്രതീക്ഷ ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനുണ്ടായിരുന്നു. ചെന്നൈയിൻ എഫ്സിക്കെതിരെയുള്ള മത്സരത്തിൽ ഒരു ലൈനപ്പ് അല്ല FC ഗോവയ്ക്കെതിരെയുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് യൂസ് ചെയ്തിരുന്നത്. അവർ ലൈനപ്പിൽ ചേഞ്ചസ് വരുത്തേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. രാഹുൽ KPയെ കൂടുതലും സബ്ബായി ഇറക്കുന്നതാണ് നല്ലത്. രാഹുൽ KP കളിച്ച ഒരു പൊസിഷനിലൂടെ യാതൊരുവിധ അറ്റാക്കും ഇന്നലത്തെ മത്സരത്തിൽ കണ്ടിരുന്നില്ല. യാതൊരുവിധ ഇമ്പാക്റ്റും ഇന്നലത്തെ മത്സരത്തിൽ രാഹുൽ KPക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുമുണ്ടായിരുന്നില്ല. രാഹുൽ KPക്ക് പകരമായിട്ട് കുറു സിംഗ് സ്റ്റാർട്ടിംഗ് ലോണിൽ വരുന്നതായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് കൂടുതൽ ഗുണമുണ്ടാക്കുക. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ശക്തരായിട്ടുള്ള ബംഗളൂരു എഫ്സിക്കെതിരെയാണ്. ബംഗളൂരു FC അവിടെ ഈ ഒരു സീസണിൽ നിലവിൽ മികച്ച പ്രകടനം പുറത്തെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ്. ആദ്യപാദ മത്സരത്തിൽ ഏകപക്ഷീയമായ 3 ഗോളിനായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെ ബംഗളൂരു FC പരാജയപ്പെടുത്തിയിരുന്നത്. ഈ ഒരു സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രതീക്ഷ വളരെ കുറവ് തന്നെയാണ്. കാരണം ഇപ്പോൾ 10 മത്സരങ്ങൾ പിന്നിട്ടിട്ട് പോലും കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് പ്രതീക്ഷിക്കുന്ന ഒരു പ്രകടനം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് കണ്ടിട്ടില്ല. ഈ ഒരു സീസണിന് മുന്നോടിയായിട്ട് ആദ്യം തന്നെ പ്രീ സീസൺ എല്ലാം ആരംഭിച്ച ഒരു ടീമായിട്ട് കൂടി വലിയൊരു നിരാശയാണ് ബ്ലാസ്റ്റേഴ്സ് നൽകുന്നത്. ഇനിയുള്ള മത്സരങ്ങളിൽ ശക്തരായിട്ടുള്ള എതിരാളികളെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് നേരിടേണ്ടത്. മറ്റൊരു കാര്യം, കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സിന് ബോക്സിനകത്ത് ബോൾ ലഭിച്ചാൽ പോലും പിന്നീട് വിങ്ങിലേക്ക് പാസ് ചെയ്യുകയാണ്. ഷൂട്ട് ചെയ്യാവുന്ന ഒരുപാട് അവസരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുന്നുണ്ട്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സ് ഷൂട്ട് ചെയ്യാതെ പിന്നെയും വിങ്ങിലേക്ക് കളിക്കുകയാണ്. ലൂണ, നോവ, ജീസസ് പോലത്തെ പ്ലേയേഴ്സും ബോക്സിന് വെളിയിൽ നിന്നും ഷൂട്ടുകളൊന്നും ട്രൈ ചെയ്യുന്നില്ല. എന്നിരുന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ഐസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളെല്ലാം അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.